ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വല വെച്ച അതേ സ്പോട്ടിൽ അന്നേരം ഞങ്ങളിന്ന് നമ്മൾ വലിയ തടവല എടുത്തിട്ടുണ്ട്. തടവല നമ്മളൊരു കുത്തുവല എടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇവിടെ ഒന്ന് വളയ്ക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇന്ന് ഞങ്ങൾ 3 പേരും പിന്നെ നമ്മളവിടെ ജിത്തെന്ന് പറഞ്ഞ അണ്ണനും ഇതേണക്ക് ഇന്നലെ രാത്രി പറഞ്ഞു ഞാനും വരുന്നുണ്ട്, ഞാനും മോനും വരുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് മീൻ പിടിക്കണം കാണണമെന്നൊക്കെ പറഞ്ഞു. അന്നേരം അവരെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം അവർക്ക് മീൻപിടുത്തമൊന്നും വലിയ ബാലൻസ് അല്ല. എന്തായാലും കണ്ണനാണെങ്കിലും വന്നിട്ടില്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അർജുൻ, അവൻ, ഇവരൊക്കെ വേറെ ഫീൽഡുകാരാണ്. ഇവരൊക്കെ വെറുതെ ഇരുന്നപ്പം ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നു. അന്നേരം അവർക്കും ഇതൊരു അനുഭവമാകട്ടെ. ഈ മീൻപിടുത്തം ഇവരെല്ലാവരും നമ്മൾ മീൻ കൊണ്ടുവന്ന് അവിടെ കൊണ്ടിടുന്ന് വിൽക്കുന്ന ഇതൊക്കെ കാണുന്നുള്ളൂ. ഇതെങ്ങനെയൊക്കെയാണ് പിടിക്കുന്നതെന്ന ഇതൊന്നും ഇവർക്കൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ കഷ്ടപ്പാടൊക്കെ അവരൊന്നും അറിയാവുന്ന ഓൾറെഡി 2 പേര് അറിഞ്ഞു. ഇപ്പോൾ ഒരാളോട് പുതിയതായിട്ട് വന്നിട്ട് മോനും വന്നിട്ടുണ്ട്. മോനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഈ മീൻ പിടുത്തത്തിൽ. മോൻ നമ്മുടെ അവിടുത്തെ ചെറിയ തോട്ടുകളിൽ നിന്നൊക്കെ ചൂണ്ടയിട്ടും ചെറിയ ഉടക്കോലയൊക്കെ ഇട്ടൊക്കെ മീൻ പിടുത്തമാണ് പുള്ളിയുടെ പരിപാടി. പുള്ളിക്ക് ഭയങ്കര ക്രേസാണ്. അന്നേരം നമ്മൾ ഇനി ഇവിടെ പണി തുടങ്ങുന്നത്. അന്നേരം ഇന്നലെ വല വെച്ചവർക്ക് എന്താ 3-4 മുഷിയും വരാലൊക്കെ ആയിട്ട് ആവശ്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ വന്നില്ല. ഇന്നലെ വരാഞ്ഞ ഒരാളില്ലാഞ്ഞുകൊണ്ട് വണ്ടിയില്ലാതെ ഇത് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് എല്ലാവരും വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് വള്ളം എടുത്തിട്ടില്ല ഞങ്ങൾ. വള്ളം എടുക്കാന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് ഇവിടുന്ന് ചുമട് വലുതുണ്ട്. ഇതാകുമ്പോൾ എന്താ സ്പോട്ടി വണ്ടി വരും. അപ്പം വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ഉമ്മിനെ റെഡിയായി കിട്ടിയിട്ടില്ല. ഉമ്മിനെ റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്പോട്ടൊക്കെ ഉണ്ട് മീൻ പിടിക്കാനായിട്ട്. അപ്പം നമുക്ക് വല അങ്ങോട്ട് കൊണ്ടുവെക്കാം. ഒരു വല ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. പേരെന്താ? സിദ്ധാർത്ഥ്. സിദ്ധു എന്നാ വിളിക്കുന്നത്. ഷിഡുമോൻ എന്നാ വിളിക്കുന്നത്. ഇവന്റെ കറക്റ്റ് പേര് ഞാൻ ഇന്നാണ്. കുരുന്നൻ്റെ ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. കുരുന്നിൽ നിന്ന് പണി ഡ്രസ്സൊക്കെ എടുക്കാൻ മറന്നു. പണിയുടെ ആത്മാർത്ഥത കൊണ്ട് പെട്ടെന്ന് ചാടി കയറി പോകുന്നില്ല. നമ്മുടെ ഈ ഭാഗത്തൊരു വല കുത്തുന്നുണ്ട്. ഈ ഭാഗത്തൊരു വല കുത്തുന്നു പറഞ്ഞാൽ അവിടുന്ന് കൈക്കിടിച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് വന്ന് വല കുത്തുന്നത്. പൊടിച്ചെമ്പല്ലി തീരെ ചെറുതല്ലേ. ജിത്തന്നെ കളിക്കാനുള്ള സ്ഥലം ഉണ്ടോ? ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന് കളിക്കണ്ട. അവൻ കളിക്കാൻ പക്കലെടുക്കാൻ പറയുന്നത് അവൻ വീട്ടിൽ മാത്രമാണ്. ക്യാമറ തിരിഞ്ഞു കാലിൻ്റെ അവിടെ എന്തോ വന്ന് മുട്ടും. നമ്മളത് ഇവിടം കണ്ട് ഒരു വല കുത്തി. നമ്മൾ അവിടുന്ന് കല്യാണക്ക് വന്ന് ഇവിടെ ഒരു വല കുത്തി. അവിടുന്ന് ഒരു നമ്മുടെ ഗസ്റ്റ് ഒരു കുത്ത് മേടിക്കുന്നുണ്ട്. കിട്ടിയാ കിട്ടന്നാ? വാ ഫസ്റ്റ് കുത്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരിക്കുഞ്ഞ് വൈകുന്നേരം ചോറിനാൻ നേരം നല്ല സുഖമാണ്. അതെ. ഇവരിതൊക്കെ അറിയണമല്ലോ, മീനിൻ്റെ ഈ കുത്ത് കിട്ടുന്നതും സുഖവും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ മകൻ കുത്ത് മേടിക്കാൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ പള്ളം നന്നായിട്ട് നോക്കണം കേട്ടോ. നമ്മളിതേ വല വലിച്ച് ഇവിടം വരെ കൊണ്ട് ഒതുക്കി ഇനിയിപ്പോൾ കുറച്ചുകൂടി ഉണ്ട്, ഇത്രയും കൂടി ഉണ്ട്. ഒരു വരാല് നേരെ ചാടിപ്പോയി. നല്ല സൈസ് വരാലായിരുന്നു. ഇനിയിപ്പം ബാക്കി കൂടി ഒതുക്കാനുണ്ട്. തപ്പുന്നില്ല, തപ്പാനായിട്ടുള്ള കാര്യം കാണുന്നില്ല. പിന്നെ ബാക്കി പണി നോക്കട്ടെ. ആ വല ജോയിൻ ചെയ്യാനുള്ള വല ഉണ്ടായിരുന്നു.
ആ ഇരുന്നാ നിങ്ങളുണ്ട് അവിടെ നിന്ന് കപ്പി മറിച്ചിട്ട് ഞാനിന്നലെ ഇതിൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് ഇങ്ങനെ 2 കപ്പ പോലെ ഉണ്ടോ കാര്യമുണ്ട് ഇതായി പോരട്ടോ വെള്ള പോലെ ആദ്യം കുറച്ച് കയറുന്നത് വീണ്ടും ആ കാലം കിട്ടുക എല്ലാം കാര്യം ഇത് കയറി പിടിക്കല്ലേ കേട്ടോ കുത്തും അതുപോലെ നടക്കുമ്പോൾ വലയുടെ പുറത്ത് കയറി ചവിട്ടല്ലേ ചവിട്ടല്ലേ ഏതല്ല മലയ്ക്ക് പുറത്തല്ലേ ജാക്കായി തിരിച്ചു കയറി ഓടിയ സുമാറാൻ തോന്നുന്നു കേട്ടോ ചെമ്പല്ലി കുറച്ച് കൂടുതലുണ്ടല്ലോ അണ്ണാ എടുത്തേക്കാന്നോ അല്ല 100 കൊടുക്കാം ഇത് കത്തു പോകും കയ്യെ മുള്ളുള്ളല്ലേ അതാകത്താകത്ത എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് ഇങ്ങോട്ടോ പോകും ഇവിടെ വേണം അവിടെ നിർത്തണ അത് പോവാ കാരി കിടപ്പുണ്ട് പാലക്കാട്ട് കേട്ടോ ഇത് വലച്ചോട്ടല്ലേ ഇങ്ങോട്ട് മാറി കക്കറ കയറി പോകണം കാര്യമുണ്ടോ ചവിട്ടന്ന് നോക്കണം ഇതന്നത് ഇത് അതെ കലം കണ്ടു കൊടുക്കണം സിന്ധു ആ കാലം കൊടുത്തടാ ചക്കറാണല്ലേ കൂടുതൽ പണ്ടാരം അല്ല അവിടുന്ന് തുറക്കാം വരാല് കണ്ടേ ഇതേ സൈസ് സാധനം ചാടിപ്പോയത് അല്ല ഇവനാണ് ഇടിച്ചോണ്ടിരുന്നത്
ഇത് കണ്ട ഇതേ കണക്കതിന് 3-4 ചാടിപ്പോയി. അല്ല സൈസ് വരാല് പിടിച്ചില്ല. ലാസ്റ്റ് ഇതാണോ വരല്ല? ആ അതായിരിക്കും. വലുന്നറ അതൊരു വെള്ളല്ലേ ചേട്ടോ. ആ കണ്ണൊന്നും പിടിക്കത്തില്ലേ? കൊള്ളാം. അവിടെ എന്താ അപ്പാത്തിക്കിരി എന്തായി? കാരക്കിട്ട ഒരു പ്രശ്നമോ? കണ്ടക്കാരി അല്ലേ കൊന്നിട്ടേക്കണ്ട കൊന്നിട്ട് ചീഞ്ഞ് കണ്ടക്കാരി പ്രശ്നം. ഇത് അതിനകത്ത് കയറിയെന്നാണ് കാര്യം വല്ലതും ഉണ്ടെങ്കിലോ? എല്ലാത്തിനും അതിനകത്തിടുമല്ലേ? തിലോപ്പി അതിനകത്ത് ഇടുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ കൊണ്ടുപോകല്ലേ? അല്ല തൽക്കാലം വെള്ളത്തിൽ കിടക്കട്ടെ. ആ മറ്റേ ഇട് സിധു. ആ കലം എടുക്കാവാ. അതിലാണ് കാര്യം കിടക്കുന്നത്. അത് നോക്കുന്നില്ല, അതിനകത്ത് ചത്തകാരിയുണ്ട്. എന്തോ ചെറിയ വരാല അവിടെ രക്ഷയില്ല. അപ്പാത്തിക്കിരി ഈ കാര്യം എടുത്തേക്കണ. ആ കാര്യം എടുത്തേക്കുന്നത് കിലോപ്പിടാലോ. ആ എടുത്ത് വരാലായിരിക്കും. ആ ഫസ്റ്റ് വരല്ലേ? ആ വലുതായിരിക്കും. അയ്യോ സോറി. എന്തോ ആ ഇതല്ല, ഇവർക്ക് പണിയില്ലാത്തതുകൊണ്ട് അവരെല്ലാം ഞാനിങ്ങ് കൊണ്ടുപോകുന്നു. ഒരാക്കണം പുറകെ കിടക്കണം. ഷെഡിന് വേണ്ട വളർത്താൻ. തിന്ന് മുറ്റി കിടക്കുക. ഓ കാര്യമില്ല. നമ്മുടെ ഒരു വല പൊക്കി കേട്ടോ. ഒരു വല പൊക്കിയിട്ട് നമുക്കിത് ഇത്രയും വരാൽ കിട്ടി. ചെറുതും വലുതും എല്ലാം കൂടി മറ്റേ കാരിയും എല്ലാം കൂടി കിട്ടി. കുറച്ച് സിലോപ്പി ഉണ്ട്. സിലോപ്പിയിൽ നമ്മുടെ വെള്ളം ഒഴിച്ചിടുന്നു. അടുത്ത കിളി പോലെ കണ്ട് ഉടക്കി ചത്ത കാര്യം. ഇത്രയും സിലോപ്പിയും കിട്ടി. നമ്മുടെ ഇത് പുറവ് വലിച്ചുകൊണ്ടൊന്നുമല്ല, ഇതിനകത്തും 100 വരാൽ കാണണം. ഇനി ഇതാ എടുക്കാൻ പോകും. അതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുണ്ടായിരുന്നു. ഇതിനകത്തും വരാൽ കാണണം. കുറച്ചൊക്കെ ചാടിപ്പോയതും ഉണ്ട്. അലന്ന പോലെ കേട്ടോ കുരുന്ന. ഒരു മൂടലാണല്ലേ മൊത്തത്തിൽ. വന്ന മഴ കിട്ടരുത് മാറ്റി. മുഷി മുഷി മാറുമാറേ കണ്ടു മാറി. അത് വരാതെ എടുപ്പേ.
രണ്ടാമത്തെ ഭാഗം എടുക്കാൻ പോകട്ടോ. ആദ്യത്തെ മുറിക്കകത്ത് നമുക്ക് മുഷി ഉണ്ടായിരുന്നു, വരാലും ഉണ്ടായിരുന്നു. വെച്ചിരിക്കണം. നേരത്തെ കിടക്കുക മഴക്കാറ് വന്നപ്പോഴേ നല്ല ക്ലാരിറ്റി. തന്നെ വെച്ചു ആ കമ്പറൊക്കെ കിടക്കണം. ആ മാത്രാ ഇത് ഇപ്പൊ പിടിക്കൽ ചാടിപ്പോ. വെള്ളത്തിൻ്റെ അടുത്ത് വെച്ച് പിടിക്കല്ലോ, ചാടിപ്പോ. അങ്ങനെ ചാടക്കാരനാണ്. പാർപ്പൊക്കെ ഇട്ടായിരിക്കും കുറെ. അവന്മാരുടെ താവളമായിട്ടങ്ങ് നടക്കുകയല്ലേ. അത് ചാട്ടക്കാരൻ. ഇവിടെയല്ല ഇറങ്ങി അങ്ങോട്ട് പോയാൽ പള്ളികളൊന്നും തിളയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ചെറുതല്ലേ. ആ അതേ കിടക്കുന്നു പാത്തിരിക്കുന്നു. ആര് കാണും മാതുന്ന മാതുന്നാകെ ഇത് 1.5 കിലോ ഉണ്ടെന്നു.
അതൊരു 3 ഉണ്ടല്ലേ ആ ടൈപ്പ്. ചെറുതവണ കറക്കി എടുക്കുന്ന എടുത്തോളാം മതിയാ. അല്ല പിന്നെ തുറക്കാൻ അത് കടൽ വേണം. അങ്ങ് കുടയുവാണെങ്കിൽ പിന്നെ മീനെ അങ്ങ് എടുത്താണ്. അതെ എന്തായാലും ഇങ്ങനത്തെ പറഞ്ഞു കാട്ടക്കാരില്ല. ഒരാളുണ്ട്. അത് എടുത്തോളാം, അത് കളയത്തേ ഉള്ളൂ. ആമലിപ്പൂക്കൾ എടുത്തോ. മുഷിയ പോണു ഞാൻ ഞാൻ ഇത്ര വലിപ്പമുള്ള ക്യാമറ കറങ്ങിപ്പോയല്ലോ. നല്ല എടുക്കണം. ഇപ്പോൾ ലെറ്ററിങ്ങൊക്കെ വേറെ എണ്ണ അണ്ണനെ കാണുന്നതൊക്കെ ഓക്കെ. എഴുത്തും ബാറ്ററിയൊക്കെ താഴെ ഇങ്ങനെ നല്ലതായിട്ടാ. അല്ല ഇത് കുറച്ച് ചെറുതാ. ഒരാൾ ഒരെണ്ണമുണ്ട് കേട്ടോ ആ വലിപ്പമുള്ള. മലാലേ ഒരെണ്ണമുണ്ട് ആ വലിപ്പമുള്ളത്. ഇത് വാളയില്ലെന്ന് തോന്നുന്നല്ലേ? ഒരെണ്ണം പോലും കിട്ടില്ലല്ലോ. അങ്ങോട്ടുണ്ട് ഒരു ചാടിപ്പോവേ. അല്ല ഇത് കുറച്ച് ചെറുതാ. ഒരാൾ ഒരെണ്ണമുണ്ട് കേട്ടോ ആ വലിപ്പമുള്ള. മലാലേ ഒരെണ്ണമുണ്ട് ആ വലിപ്പമുള്ളത്. ഇത് വാളയില്ലെന്ന് തോന്നുന്നല്ലേ? ഒരെണ്ണം പോലും കിട്ടില്ലല്ലോ. അങ്ങോട്ടുണ്ട് ഒരു ചാടിപ്പോവേ. നമുക്ക് ഇന്ന് കിട്ടിയ 2 മുഷിയായി. ഇങ്ങനെ പോകുമ്പോൾ നോക്കട്ടെ. കൈ നല്ല അടിപൊളി മഴയായി. ഞങ്ങൾ കരയ്ക്കും കയറി കറക്റ്റ് ടൈമിന് ഞങ്ങൾ കരയ്ക്ക് കയറി. ആഫ്രിക്കൻ നമുക്ക് കിട്ടിയ എല്ല് ഈ മുഷി സിലൂപ്പി ഉണ്ട്. പിന്നെ
ഈ സ്ഥലത്ത് നിറച്ച് വരാലുണ്ട്. ഒരു കാലം കൂടിയുണ്ട്. ഈ കരത്തിലൊക്കെ വരാലുണ്ട് ആവശ്യം. പിന്നെ ഇത്രയും കാരി നമുക്ക് ചത്തുപോയി. എന്താ ഒത്ത കാരി ഇത്രയും കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ടപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. മഴയായി, ഈ സമയം പോയി. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.